നമസ്കാരം. കേരള കത്തോലിക്ക സഭ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സഭയ്ക്ക് പുറത്തുനിന്നും ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ, ചില പൊതു സംവിധാനങ്ങളിൽ ക്രൈസ്തവർ നേരിടുന്ന വിവേചനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ പ്രതിരോധിക്കുന്നുമുണ്ട്. എന്നാൽ സഭയ്ക്കുള്ളിൽ ചിലർ ബോധപൂർവം സൃഷ്ടിക്കുന്ന നിരവധിയായ വിവാദങ്ങൾ മൂലം കേരള സഭ ഇന്ന് വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് വിവിധ സഭകളിലെ സ്വത്ത് തർക്കങ്ങളാവാം, സീറോ മലബാർ സഭയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരാധനാക്രമ വിഷയങ്ങളാവാം, ഭൂമി വിവാദ വിഷയങ്ങളാവാം, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഇതൊന്നും സഭയുടെ വളർച്ചയ്ക്ക് ഉപകരിക്കില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതോടൊപ്പം ഇത്തരം വിഷയങ്ങളെ ബോധപൂർവം പെരുപ്പിച്ചു കാണിക്കുന്നതിനും വലുതാക്കുന്നതിനും അങ്ങനെ കേരള ക്രൈസ്തവ സഭയിൽ ആകമാനം പ്രശ്നങ്ങളാണ് എന്ന ഒരു പൊതു അവബോധം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ചിലരുടെ അജണ്ടയും ഇതോടൊപ്പം നടക്കുന്നു. അതിൽ ചില മാധ്യമങ്ങളും ഉൾപ്പെടുന്നു എന്നത് പറയാതിരിക്കാൻ തരമില്ല. ഇത്തരം പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഭാഗമുണ്ട്, ഇപ്പോഴത്തെ യുവതലമുറ. പലപ്പോഴും അഭിവന്ദ്യ പിതാക്കന്മാരും വിവിധ സംഘടനാ നേതൃത്വങ്ങളും ഒക്കെ ഇത്തരം വിവാദ വിഷയങ്ങളുടെ ഫലമായി യുവജനങ്ങളെ വിശ്വാസത്തിൽ ചേർത്ത് നിർത്തുന്നതിൽ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുന്നു എന്നത് വിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ക്രൈസ്തവർ ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിനായി ഷെക്കീന ടെലിവിഷൻ ഒരുക്കുന്ന ചർച്ചാവേദി ഫയർ റൂമിൽ ഇന്ന് ചർച്ച ചെയ്യുന്നു. സഭാതർക്ക വിഷയങ്ങൾ യുവജനങ്ങളെ സഭയിൽ നിന്ന് അകറ്റുന്നുവോ? ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരണങ്ങൾ നടത്തുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള KCBC ലൈറ്റ് കമ്മീഷൻ സെക്രട്ടറി പ്രൊഫസർ KM ഫ്രാൻസിസ്, KCYM സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷിജോ എടയാടിൽ എന്നിവർക്കും പ്രിയ പ്രേക്ഷകർക്കും ഫയർ റൂമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം ശ്രീ ഷിജോ എടയാടിലേക്ക് വരികയാണ്. അങ്ങ് KCYM സംസ്ഥാന പ്രസിഡന്റാണ്, യുവജനങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇത് യുവജനങ്ങളെ എത്രത്തോളം വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്നതിന് ബാധകമാകുന്നു, അല്ലെങ്കിൽ ഇത് എത്രത്തോളം പ്രതികൂലമായി യുവജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങ് നോക്കിക്കാണുന്നത്. ഇന്ന് കേരള സഭ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇവിടെ ഒരു ന്യൂസ് ചാനലിൽ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ അകത്തുനിന്നും പുറത്തുനിന്നും പ്രതിസന്ധി നേരിടുന്ന ഒരു സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മയുടെ പേരാണ് കേരള സഭ എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം വ്യത്യസ്തമായ പ്രതിസന്ധികൾ സഭ നേരിടുമ്പോൾ ആ പ്രതിസന്ധികളെയൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തരണം ചെയ്യാനായിട്ട് സഭയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് സഭയുടെ ഏറ്റവും വലിയ നന്മയാണ്. സഭയുടെ ദൈവിക ഇടപെടലിന്റെ വലിയൊരു പരോക്ഷമായ സൂചനയാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രതിസന്ധികൾ സഭ നേരിടുമ്പോൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് അതിന് കേരള സമൂഹത്തെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എന്നുള്ളത് വലിയ വസ്തുതയാണ്. എന്നിരുന്നാൽ വളരെ സങ്കടകരമായ ഒരു വസ്തുത, സഭയ്ക്കുള്ളിൽ നടക്കുന്ന പ്രതിസന്ധികൾ, സഭ നേരിടുന്ന ആ പ്രതിസന്ധികളില് സഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെട്ട് ഒതുക്കേണ്ട പ്രതിസന്ധികൾക്ക് ഉചിതമായ പരിഹാരം കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇന്ന് കേരള സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് യുവതികളുടെ പ്രതിനിധിയായിട്ട്, യുവജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ഈ ഒരു ഫ്ലോറിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രതിസന്ധികളെ യുവജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട് എന്നുള്ളത് വളരെ സങ്കടത്തോടെ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് വിശ്വാസത്തിന്റെ കാര്യത്തില് ഈ ടെക്നോളജിയൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മതം വേണോ, മതമില്ലാത്ത ഒരു സമൂഹം നമുക്ക് ചുറ്റും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിൽ ലോകത്തിന്റെ മുൻപിൽ മതത്തിന് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സഭയെക്കുറിച്ച്, നമ്മുടെ സമുദായത്തെ കുറിച്ച് അഭിമാന ബോധം ഉണ്ടാവേണ്ട യുവതി യുവാക്കൾക്ക് ഇന്ന് ഇത്തരത്തിൽ സഭ നേരിടുന്ന, സഭയ്ക്കുള്ളിൽ നേരിടുന്ന പ്രതിസന്ധികള് അവരുടെ വിശ്വാസത്തിന് ചാഞ്ചല്യം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. പ്രത്യേകിച്ച് കോവിഡാനന്തര സഭ അല്ലെങ്കിൽ കോവിഡാനന്തര ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ അടച്ചിട്ട മുറികളിൽ ഓൺലൈൻ കുർബാനയിൽ അല്ലെങ്കിൽ ഓൺലൈൻ വിശ്വാസം, പ്രാർത്ഥനാ ശുശ്രൂഷകളിലൊക്കെ ജീവിച്ച യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നി വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് നമ്മൾ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ വലിയ സാക്ഷ്യമായ വിശുദ്ധ കുർബാനയുടെ പേരിൽ നമ്മളുടെ ദേവാലയങ്ങൾ പോലും പൂട്ടപ്പെടുന്ന അവസ്ഥ. അത് അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്നതും ദുർമാതൃക സൃഷ്ടിക്കുന്നതുമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ വിശ്വാസത്തെ
ചഞ്ചലഹൃത്തരായിട്ടുള്ള ഒരു സമൂഹമാണ്. അതാണ് ഈ കാലഘട്ടത്തിന്റെയും ഈ പ്രായത്തിന്റെയും ഒരു വലിയ പ്രശ്നമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികള്, ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ യുവജനങ്ങളുടെ വിശ്വാസത്തിന്റെ, സമുദായത്തോടുള്ള സ്നേഹത്തിനൊക്കെ ഒരു അല്പം ഒരു കോട്ടം സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിന് ഉചിതമായ ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് സമൂഹത്തോട് യുവജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ഒരു ഷക്കീന ന്യൂസ് ചാനലിൽ നിന്നുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. ഞാൻ അഭിമാനത്തോടു കൂടി ചേർത്ത് പിടിക്കുന്ന എന്റെ സഭയ്ക്കുള്ളിൽ ചില നിലപാടുകളുടെ പേരിൽ, ചില തീരുമാനങ്ങളുടെ പേരിൽ, പക്ഷെ വിശ്വാസവും ആരാധനക്രമവും കാത്തു സൂക്ഷിക്കുക, അതിനെ പരിപോഷിപ്പിക്കുക, അതിന്റെ പാരമ്പര്യം നിലനിർത്തുക എന്നുള്ളത് സഭാമക്കളായ നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോ അത്തരത്തിൽ ഒരു സമവായ ചർച്ച അതിന് സാധ്യതയുണ്ടോ എന്ന് തേടാൻ, അല്ലെങ്കിൽ ഒരു രമ്യ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഭാ നേതൃത്വം ഇനി വൈകിക്കൂടാ എന്നുള്ളതാണ് എനിക്ക് പങ്കുവെക്കാനായിട്ടുള്ളത്. ഓക്കെ, വ്യക്തമാണ്. പ്രൊഫസർ കെ എം ഫ്രാൻസിസ്, അങ്ങ് സഭയുടെ വിവിധ തലങ്ങളിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. നിരവധി പ്രശ്നങ്ങൾ, വിവാദങ്ങൾ ഉണ്ടായപ്പോൾ, ഭൂമി വിവാദമായിക്കോട്ടെ, ആരാധനക്രമ വിവാദമായിക്കോട്ടെ, ഏതൊക്കെ വിവാദങ്ങൾ ഉണ്ടായെങ്കിലും കൃത്യമായ നിലപാടുകൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ പല വിഷയങ്ങളും ഇവിടെ പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണ് ഈ യുവജനങ്ങളെ, അല്ലെങ്കിൽ ഇത് നിഷ്പക്ഷതയോടെ നോക്കിക്കാണുന്ന ഒരു വിഭാഗം വിശ്വാസികളെ ഇതിൽ നിന്ന് ഘട്ടം ഘട്ടമായി അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എങ്ങനെയാണ് പ്രാരംഭഘട്ടത്തിൽ ചർച്ചയിൽ ആരംഭിക്കുന്നതിന്റെ പ്രാരംഭഘട്ടം എന്ന നിലയ്ക്ക് അങ്ങ് ഇതിനെ നോക്കിക്കാണുന്നു? യുവജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ആ പ്രായത്തിന്റെ പ്രത്യേകതകളെ മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് താലോലിക്കുന്നതാണ് ഇഷ്ടം. ഒരു 12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വൈകാരികമായിട്ട് നമ്മൾ അവരോട് ഒരു സന്തുലിതാവസ്ഥയിൽ പെരുമാറണം. പക്ഷെ അവൻ യുവത്വത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ യുക്തിയുടെ പിറകെ പോകുന്ന ഒരു പ്രായമാണ്. ഇതാണ് യുവജനങ്ങളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇന്ന് സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ വിശ്വാസത്തെ സംബന്ധിച്ച് വിശ്വാസത്തെ ഇളക്കിക്കളയാവുന്ന വിധത്തില് അനേകം ചോദ്യങ്ങള് പൊതുസമൂഹം ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ അവരുടെ ആത്മാഭിമാനം വർദ്ധിക്കുന്ന ഒരവസരമുണ്ട്. പക്ഷെ നമ്മുടെ വലിയ ഒരു കർമ്മശേഷി, വൈദിക നേതൃത്വമായാലും അൽമായ നേതൃത്വമായാലും ഇത്തരം വിവാദങ്ങളുടെ പിറകെ പോവാണ്. അപ്പൊ ഇത്തരം വിവാദങ്ങളുടെ പിറകെ പോകുമ്പോ തന്നെ നേരത്തെ ഷിജോ പറഞ്ഞ പോലെ അവരുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുകയാണ്. എൻ്റെ സഭ ഐക്യത്തിലുള്ള ഒരു സഭയാണെന്ന് പറയാൻ കഴിയുന്ന അവർക്ക് 2 കാര്യങ്ങളെ യുക്തിപൂർവം സംവദിക്കാനായിട്ട് അവർക്ക് കഴിയണം. മൂന്നാമതായിട്ട് ഈ യുവാക്കൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യബോധം ഭൗതിക മണ്ഡലത്തിലുള്ളത് ചൂണ്ടിക്കാണിക്കാനായിട്ട് സഭാ നേതൃത്വത്തിന് കഴിയണം. സഭാ നേതൃത്വം എന്ന് പറയുമ്പോൾ അത് ആത്മീയ നേതൃത്വത്തിനും അൽമായ നേതൃത്വത്തിനും അതിൽ തുല്യ പങ്കുണ്ട്. പക്ഷെ അത്തരം അത്തരം ലക്ഷ്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഓരോ വിവാദവും തെരുവിലേക്ക് വലിച്ചിറക്കപ്പെടുകയാണ്. അപ്പൊ തെരുവിലേക്ക് വലിച്ചിറക്കപ്പെടുക എന്ന് പറഞ്ഞാല് നമ്മളെ യുവത്വത്തിന്റെ പ്രായത്തില് ഞാൻ കലാലയത്തിലുള്ള കുട്ടികളുമായിട്ട് സംവദിക്കുമ്പോൾ അവരുടെ അപ്പനെ കുറിച്ച് ഒരു മദ്യപാനി എന്നോ അല്ലെങ്കിൽ മോശം വ്യക്തി എന്നോ പൊതുസമൂഹത്തിൽ അറിയുന്നത് അവർക്ക് ഇത് എന്റെ അപ്പനാണെന്ന് പറയാൻ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഭൂമി വിവാദം പലരും ആഘോഷിക്കുകയാണ്. ആലഞ്ചേരി പിതാവിനെ കേസില് കുടുക്കി എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുമ്പോ എനിക്ക് പഴയ നിയമത്തിലെ കാനാനും നോഹിന്റെ മക്കളായിട്ടുള്ള ബന്ധം ഓർമ്മ വരുന്നത്. സ്വന്തം അപ്പൻ തുണിയില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ച ഒരു മകന്റെ അവസ്ഥയിലേക്ക് നമ്മുടെ വൈദികര് തന്നെ മാറുമ്പോൾ,
അല്ലെങ്കിൽ അൽമായ നേതാക്കളും മാറുമ്പോൾ യുവാക്കളെ സംബന്ധിച്ച് അവർക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവരുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുകയാണ്. അപ്പൊ യുക്തിപരമായിട്ടുള്ള ഉത്തരങ്ങളില്ല, ലക്ഷ്യബോധം നൽകാനായിട്ട് ആളില്ല. അതിനേക്കാൾ ഉപരിയായി ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ആത്മാഭിമാനം നഷ്ടപ്പെടുമ്പോ അങ്ങനെയാണ് നമ്മുടെ യുവാക്കള് പതുക്കെ പതുക്കെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് പോലും പോകാനുള്ള ഒരു കാരണം. അപ്പൊ ഞാൻ അടുത്ത കാലത്ത് തന്നെ വൈദികരിരുന്ന് പിതാക്കന്മാരെ കുറ്റം പറയാണ്. അതൊക്കെ കാണുന്ന ജനങ്ങളുടെ ഉള്ളില് ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ എന്നൊരു ധാരണ സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഷിജോ തന്നെ പറയുന്നത് ഇത് ഷിജോന്റെ സ്വരം യുവാക്കളുടെ സ്വരമാണ്, ഇത്തരം വിവാദങ്ങൾ വേഗം അവസാനിപ്പിക്കണം എന്ന് പറയാനുള്ള കാരണം ഞങ്ങൾക്ക് റോഡിലൂടെ മുഖം ഉയർത്തി തല ഉയർത്തി നടക്കാനുള്ള സാഹചര്യമില്ല എന്നുള്ള ഒരു ആകാംക്ഷയാണ് ഈ KCYM പ്രസിഡന്റിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ നാവിൽ നിന്ന് നമ്മൾ കേട്ടത്. അതുകൊണ്ട് ഇക്കാര്യത്തില് വൈദിക നേതൃത്വമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം അൽമായ നേതൃത്വത്തെക്കാൾ നമ്മുടെ വിശ്വാസികൾക്ക് വൈദികരുടെ മേലൊരു ആശ്രയത്വമുണ്ട്. ആ ആശ്രയത്വം പരമ്പരാഗതമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ ആശ്രയത്വമേലാണ്, ആ ബന്ധത്തിന്മേലാണ്, വൈദികരും അൽമായരും തമ്മിലുള്ള ബന്ധത്തിലാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ കൊച്ചുകുട്ടിക്കാലത്ത് സഭയിലേക്ക് ആകർഷിക്കപ്പെടുകയും ചില വൈദികരുടെ മാതൃകാപരമായ രീതി കണ്ടിട്ടാണ് ഞങ്ങള് ഈ യുവജന പ്രസ്ഥാനങ്ങളിലൂടെയും പിന്നീട് വിശ്വാസം ഉറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. ഇന്ന് ഇത്തരത്തിലെ വിവാദങ്ങൾ തെരുവിലേക്ക് വലിച്ച് ഇഴയ്ക്കുന്നത് എന്തിന്റെ പേരിലായാലും ആരായാലും ഉടനടി നിർത്തണം. അത് അനുകൂലമായാലും പ്രതികൂലമായാലും വിവാദങ്ങൾ തെരുവിലേക്ക് വലിച്ചഴയ്ക്കുന്നത് സഭയെ ഗണച്ഛേദം ചെയ്യുന്നതിന് തുല്യമാണ്. നിയമപരമായിട്ട് ഉള്ള വേദികളിൽ നമ്മൾ വിഷയം അവതരിപ്പിക്കുകയും അവിടെ ഇത് ഒത്തുതീർപ്പാക്കുകയും ചെയ്യുന്നതിന് പകരം ഇത്തരം പ്രസ്താവനകൾ സഭയെ തകർത്ത് കളയും. പ്രത്യേകിച്ച് ചിന്തിക്കുന്ന യുവാക്കളെ, ആത്മാഭിമാനം തേടാനായിട്ട് ആഗ്രഹിക്കുന്ന യുവാക്കളെ. എൻ്റെ അപ്പൻ നല്ലവനാണ് എന്ന് പറയുന്നത് മകന് അഭിമാനം നൽകും. എൻ്റെ ബിഷപ്പ് നല്ലവനാണെന്ന് പറയുന്നതിൽ അഭിമാനം നൽകും. ആ അഭിമാനത്തെ തകർത്ത് കളയരുത്. ഒരമ്മ അപ്പനെ കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞാല് ആ മകന്റെ ജീവിതം നശിച്ചു പോകും. അതുകൊണ്ട് വിവേകമുള്ള അമ്മമാര്, അപ്പന്മാര് മോശമായാൽ പോലും പല കാര്യങ്ങളും അമ്മമാരോട് പറയില്ലേ. ഞാൻ തന്നെ വൈദികരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മോശം അവസ്ഥകൾ ഉണ്ടായാല് എൻ്റെ വീട്ടിൽ അത് പറയാറില്ല. കാരണം എനിക്ക് അത്തരം അവസ്ഥകളെ പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ട്. എൻ്റെ മക്കൾക്ക് അത് ഉണ്ടാവില്ല. അത്തരം ഒരു കാര്യം സഭാ നേതൃത്വത്തിൽ നിൽക്കുന്നവര് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരം വിവാദങ്ങളിൽ നിന്ന് അടിയന്തരമായിട്ട് അവര് പിന്മാറണം. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സഭയുടെ വേദികളിലാണ്. ഇതാണ് എനിക്ക് ഇക്കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ഷിജോ ഇടയാടി, മറ്റൊരു വിഷയം, നമുക്ക് നിരവധി പ്രശ്നങ്ങൾ നമുക്ക് സഭയുടെ പുറത്തു നിന്നുണ്ട്. അതായത് നമുക്കിവിടെ ജനസംഖ്യാ പ്രശ്നങ്ങളുണ്ട്, ന്യൂനപക്ഷ വിവേചനങ്ങളുണ്ട്, ലവ് ജിഹാദ് പോലെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്, യുവജനങ്ങളുടെ തൊഴിൽ മേഖലകളിലെ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ക്രൈസ്തവ സമൂഹത്തിലെ യുവജനങ്ങളെ അല്ലെങ്കിൽ കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. അത് നിലനിൽപ്പിന്റെ പ്രശ്നങ്ങളാണതെല്ലാം. പക്ഷെ അത്തരം വിഷയങ്ങൾ ഇവിടെ പൊതുസമൂഹത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ നമ്മുടെ സഭയ്ക്കുള്ളിലും ഒക്കെ ചർച്ചകൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങളിൽ യുവജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിൽ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട്. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിലായിക്കോട്ടെ, KCYM ആയിക്കോട്ടെ, ജീസസ് യൂത്തിന്റെ ഏത് സംഘടനകളുടെ ആയിക്കോട്ടെ, പ്രവർത്തനങ്ങളിൽ യുവജനങ്ങളുടെ സാന്നിധ്യം കുറഞ്ഞു വരുന്നുണ്ട്. അവരെ വിശ്വാസത്തിലേക്ക് ചേർത്ത് നിർത്തുന്നതിൽ പലപ്പോഴും വീഴ്ചകൾ പറ്റുന്നുണ്ട്. അതില് പലപ്പോഴും ഉണ്ടാവുന്നത് അത് സംഘടനാ നേതൃത്വത്തിനെയാണ് വിമർശിക്കുന്നത്. ഇത്തരം ചില കാര്യങ്ങൾ സംഘടനാ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് എന്നുള്ളത്. പക്ഷേ ഇവിടെ നോക്കിക്കാണേണ്ട മറ്റൊരു ആംഗിളുണ്ട്. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ, ഇതുപോലെ വിവാദ വിഷയങ്ങൾ, സഭയ്ക്കുള്ളിലെ വിവാദ വിഷയങ്ങൾ, കുർബാനയുടെ ആയിക്കോട്ടെ, ഏത് തരം വിഷയങ്ങളും ആയിക്കോട്ടെ, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ
യുവജനങ്ങളെ സഭയ്ക്കുള്ളിൽ നിന്ന് അല്ലെങ്കിൽ വിശ്വാസത്തിൽ ചേർത്ത് നിർത്തുന്ന അതുപോലെ തന്നെ സഭയുടെ ചട്ടക്കൂടിൽ നിന്നൊക്കെ അകറ്റി നിർത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. ഇതില് KCYM പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനങ്ങൾ എന്ന നിലയ്ക്ക് എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും? ഇത്തരം വിഷയങ്ങളിൽ യുവജനങ്ങൾക്ക് പുറത്തുനിന്ന് വരുന്ന വിഷയങ്ങളിൽ അവരെ ചേർത്ത് നിർത്തി, സഭയോട് ചേർത്ത് നിർത്തി എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഒരു യുവജന നേതാവ് എന്നുള്ള നിലയ്ക്ക് അങ്ങ് നോക്കിക്കാണുന്നത്. അല്ലെങ്കിൽ എങ്ങനെ ആവാം, എങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് അങ്ങയുടെ അഭിപ്രായം? നമുക്ക് ഇതിനകത്ത് കണ്ടെത്തേണ്ട ഉത്തരം പരിഹാരം കാണുക എന്നുള്ളതാണ്. കാരണം സഭ നേരിടുന്ന പ്രതിസന്ധികള്, ചില ആശയ സംവാദങ്ങള്, ചില തീരുമാനങ്ങളിൽ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങള് ചർച്ചകളിലൂടെ നീണ്ടുപോകുന്നു എന്നുള്ളത് യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ കാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഐഡന്റിറ്റി ക്രൈസിസിന്റെ കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. എൻ്റെ അപ്പൻ, എൻ്റെ കുടുംബം, എൻ്റെ സാഹചര്യം മികച്ചതെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. എൻ്റെ സഭയെ ഓർത്ത് അഭിമാന ബോധം ഉണ്ടാകേണ്ട, അത് ഉള്ളിൽ നിന്ന് ഉണരേണ്ട ഒരു കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അഭിമാന ബോധം ഉണരേണ്ട കാലഘട്ടത്തിൽ സഭയ്ക്കുള്ളിലെ പ്രതിസന്ധി പൊതുസമൂഹത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നീക്കം, ഒരു രഹസ്യ അജണ്ട നടക്കുന്നത് യുവത്വത്തെ സംബന്ധിച്ചിടത്തോളം യുവജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയാണ്. സഭയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ സഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണുവാനായിട്ട് സഭയ്ക്ക് കഴിഞ്ഞില്ല. അതൊരു സഭയുടെ പരാജയമാണ്. നവമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു, അതിനെ ചുറ്റിപ്പറ്റി നവമാധ്യമങ്ങളിൽ തന്നെ വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നു. ആ ഗ്രൂപ്പുകളില് വൈദികർ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകുന്നു. അവര് ചേരി നിന്ന് തിരിഞ്ഞുകൊണ്ട് തന്നെ നിലപാടുകൾ വ്യക്തമാക്കുന്നു, പരിഹസിക്കുന്നു, ചീത്ത വിളിക്കുന്നു. ഇത്തരത്തില് ഇത് യുവത്വം നോക്കിക്കാണുകയാണ്. ഐഡന്റിറ്റി ക്രൈസിസ് നേരിടുന്ന ഈ കാലഘട്ടത്തിലെ യുവത്വം, എന്റെ സഭയിൽ ഇങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാവുന്നു, ഈ പ്രതിസന്ധികൾക്ക് സൊല്യൂഷൻ കാണണം. അത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഞങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവണം. എന്തുകൊണ്ട് സൊല്യൂഷൻ ഉണ്ടാവാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മുടെ യുവത്വം, ചെതറിപ്പോയ യുവത്വത്തെ ചേർത്ത് പിടിക്കാനായിട്ട് പാലമിടാനും പാലം ഉണ്ടാക്കാനും നമുക്ക് വളരെ എളുപ്പം സാധിക്കും. അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. പ്രൊഫസർ KM ഫ്രാൻസിസ്, ഇപ്പോൾ ശ്രീ ഷിജോ ഇടയാടിൽ പറഞ്ഞ വിഷയം വളരെ ഗൗരവമുണ്ട്. അതായത് യുവജനങ്ങൾക്ക് മുമ്പിൽ പ്രതിസന്ധിയുണ്ട്, അതിന് ഒരു പരിഹാരങ്ങൾ കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ പരിഹാരങ്ങൾ കൊണ്ടുവരേണ്ടത് നേതൃത്വങ്ങൾ തന്നെയാണ്. അങ്ങ് നേരത്തെ പറഞ്ഞു ഇത്തരം വിഷയങ്ങളിൽ ആത്മീയ നേതൃത്വവുമാണ് ഇതിലൊക്കെ ഇടപെടൽ നടത്തേണ്ടതെന്ന്. അങ്ങ് പലപ്പോഴും ഇത്തരം പല കാര്യങ്ങൾ വരുമ്പോഴും കൃത്യമായ നിർദ്ദേശങ്ങൾ നേതൃത്വത്തിന് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും ഇത് അൽമായരുടെ ഇടയിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളാണോ, അതോ ഇതിൽ ആരാണ് മുൻകൈ എടുത്ത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്, ഈ സൊല്യൂഷനിലേക്ക് കൊണ്ടുവരേണ്ടത്? അല്ല, ഈ പ്രശ്നപരിഹാരമല്ല ഇന്നത്തെ ഇവിടെ ചർച്ചയുടെ വിഷയം. പക്ഷെ ഈ മാറി നിൽക്കപ്പെടുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ യുവത്വങ്ങളെ ചേർത്ത് നിർത്താൻ, അല്ലെങ്കിൽ അടുത്തൊരു ജനറേഷനെ കൈമോശം വരാതിരിക്കുവാൻ ആരാണ് ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ഇടപെടൽ നടത്തേണ്ടത്? ഇതിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടേതൊരു വൈദിക കേന്ദ്രീകൃത സമൂഹമാണ്. ഈ വൈദിക കേന്ദ്രീകൃത സമൂഹമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ആദരവ് ലഭിക്കുന്നത് കൊണ്ട് അവരുടെ ഉത്തരവാദിത്വവും കൂടുതലാണ്. അപ്പൊ ഇത്തരം പ്രതിസന്ധികളിൽപ്പെട്ട് യുവാക്കൾ സഭയിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വൈദിക നേതൃത്വത്തിന് അൽമായ നേതൃത്വത്തെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് എന്നതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. രണ്ടാമതായിട്ട് ഷിജോ പറഞ്ഞു, ഐഡന്റിറ്റി ക്രൈസിസിന്റെ ഒരു സമയമാണ് യുവത്വം. ആ യുവത്വത്തിന്റെ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ വൈദിക നേതൃത്വത്തിന്റെ കയ്യിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും അവരെ സ്വീകരിക്കാൻ യുവജനങ്ങൾക്ക് കഴിയണമെന്ന ഒരു ബന്ധം സൃഷ്ടിക്കാൻ വൈദികർക്ക് കഴിയുന്നില്ലേ? കാരണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യൂത്തിനെ ബഹുമാനത്തോടു കൂടി കാണാനായിട്ട് ഇന്ന് പലർക്കും കഴിയുന്നില്ലേ? ഞാൻ എൻ്റെ വികാരിയച്ഛനെ സ്നേഹിക്കാനുള്ള കാരണം, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എനിക്ക് പറയാൻ കിട്ടാത്ത സംശയങ്ങളുടെ ഉത്തരം ഫ്രാൻസിസ് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന്
എന്നെ അംഗീകരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഓരോ കൊല്ലം ചെല്ലും തോറും യുവാക്കൾക്കൊന്നിനും കഴിവില്ല, അവരെ കുറ്റപ്പെടുത്തുന്ന, അവരെ അകറ്റി നിർത്തുന്ന ഒരു സ്വഭാവം പള്ളിക്കകത്തു നിന്ന് തന്നെ ഉണ്ട്. അവര് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവര് തെറ്റുകൾ ചെയ്യുന്നു. അപ്പൊ ചെറിയ ചെറിയ തെറ്റുകളെയൊക്കെ അവഗണിച്ച് കൂടെ നിർത്തുന്ന ഒരു അപ്പന്റെ സ്വഭാവം. കാരണം അവരെ നമ്മൾ വിളിക്കുന്നത് ഡിയർ ഫാദർ എന്നാണ്. അപ്പൊ എൻ്റെ മക്കള് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്താലോ വലിയ തെറ്റുകൾ ചെയ്താൽ പോലും സാരിലിടാൻ മോനെ എന്ന് പറഞ്ഞ് കൂടെ നിർത്തിക്കൊണ്ടാണ് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ യഥാർത്ഥ അജപാലന ദൗത്യം, സഹഗമനം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാലഘട്ടമാണ് യുവാക്കൾ. എനിക്കറിയാം പല യുവാക്കളും നിസ്സാര കാര്യത്തിനാണ് സഭയിൽ നിന്ന് പിണങ്ങി പോകുന്നത്. കാരണം അതായത് 10 യുവാക്കളെ എടുത്താൽ 8 പേര് ചിലപ്പോൾ ഈ മാരേജിന് തലേ ദിവസം വരുന്ന പ്രാർത്ഥനയുടെ ചോദ്യോത്തരവും അവരെ നടത്തിപ്പിക്കലുമായിട്ട് അവരെ ബഹുമാനിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടായാൽ അവരകന്നു പോയി. കാറ്റഗീസം ക്ലാസ്സില് 2 ദിവസം മുടങ്ങി, അതിന്റെ പേരിൽ ചീത്ത പറഞ്ഞു. ഈ അഡ്വാൻസ്ഡ് കാറ്റഗീസ് ഒക്കെ പഠിക്കാൻ വരുന്ന കുട്ടികള് ആത്മാർത്ഥതയുള്ളവരാണ്. അവരോടൊക്കെ കൊച്ചുകുട്ടികളുടെ പോലെ ചീത്ത പറയുകയും പെരുമാറുകയും ചെയ്താൽ അവർ പിന്നെ അകന്നു പോകും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാൽ പോലും നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു പിതൃപുത്ര ബന്ധം നിലനിർത്താനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ യുവാക്കളെ അവരുടെ വിലയോടുകൂടി, അതായത് യുവത്വമേ നിങ്ങളൊരു നിധിയാണ്, ഇതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യുവാക്കളെ നോക്കി പറഞ്ഞത്. അങ്ങനെ ഒരു വിലയുള്ളവരായി കാണുക. അല്ലാതെ സഭ കുറച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഔദാര്യപൂർവം ഞങ്ങൾ ചില അവസരങ്ങളൊക്കെ തരാം എന്ന രീതിയിൽ യുവാക്കളോട് പെരുമാറരുത്. അങ്ങനെ പെരുമാറിയാൽ അവരുടെ ആത്മാഭിമാനം പോവും. അവർ പിന്നെ ഒഴിഞ്ഞു മാറി പോവും. അതിന് പകരം നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്, എന്റെ സുവിശേഷ വേല പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ സഹായം കൂടാതെ കഴിയില്ല എന്ന് പറയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ? അതില്ല എന്നാണ് എൻ്റെ 50 വർഷത്തെ അനുഭവം കൊണ്ട് എനിക്ക് പറയാനുള്ളത്. 13 വയസ്സ് തൊട്ട് ഞാൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയതാണ്. വളരെ അപൂർവം വൈദികർക്കാണ് അത്തരത്തിലുള്ള ഒരു മനോഭാവമുള്ളൂ. അത്തരം വൈദികരെ എൻ്റെ ജീവിതത്തിൽ വന്ന് പെട്ടതാണ് എൻ്റെ വളർച്ചയുടെ കാരണം. അപ്പൊ അത്തരം വൈദികരെ മാതൃകയാക്കിക്കൊണ്ട് യുവാക്കള് ഇത്തരം പ്രതിസന്ധികൾക്ക് കൃത്യമായിട്ട് ഒരു വ്യാഖ്യാനമെങ്കിലും നൽകാൻ കഴിഞ്ഞാൽ മതി, ഒരു ഉത്തരം. അപ്പോ യഥാർത്ഥത്തില് യുവാക്കളെ വിലയുള്ളവരായി കണക്കാക്കുക. അവര് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി സഭയിലേക്ക് വരുന്നതാണ്. നമ്മൾ തിരിച്ചറിയണം, അവരുടെ അപ്പന്മാര് തന്നത് മാത്രമേ സഭയുടെ കയ്യിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആത്മാഭിമാനമുള്ളവരായി മാറണമെങ്കിൽ യുവാക്കളോടുള്ള പെരുമാറ്റത്തിൽ അവർ ഞങ്ങളെക്കാൾ വിലയുള്ളവരാണ്, അവരുടെ സാന്നിധ്യമില്ലാതെ സഭയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല, സഭയുടെ കയ്യും കാലാണ് യുവാക്കൾ എന്ന ബോധത്തോടു കൂടി നിങ്ങളെ എൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ ആവശ്യമുണ്ട്, അല്ലാതെ നിങ്ങളുടെ കാര്യം നടക്കാനല്ല നിങ്ങൾ പള്ളിയിൽ വരുന്നത് എന്ന മനോഭാവത്തോടെ സ്വീകരിച്ചാൽ അവരുടെ ആത്മാഭിമാനം വളരും. അത് ആത്മായ നേതൃത്വത്തെക്കാൾ കൂടുതൽ ആത്മീയ നേതൃത്വത്തിനുണ്ടെന്ന് പറയാനുള്ള കാരണം, ആത്മീയ നേതൃത്വത്തിന് അത്രയധികം അവകാശങ്ങളും അധികാരങ്ങളും നമ്മുടെ സമൂഹം നൽകിയിട്ടുണ്ട്. ആ അധികാരത്തെ അന്ധചിത്രം ഉള്ള ഭവനം നശിച്ചു പോകുമെന്ന് പറയും, അതുപോലെ ആക്കി മാറ്റുകയാണ്. ഈ വൈദിക നേതൃത്വത്തോട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഇതാണ്. അതായത് പലപ്പോഴും ബിഷപ്സ് ഹൗസിലും അങ്ങനത്തെ സ്ഥലങ്ങളിലും മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോ അവിടെ പുറത്ത് ഇതും പറയും. അങ്ങനെ വരുമ്പോൾ സഭ നശിക്കും, യുവാക്കൾക്ക് ഇതൊരു കൗണ്ടർ വിറ്റ്നസ് ആയിട്ട് മാറും. അതിനെ നമ്മൾ പരിഹാരം ഉണ്ടാക്കാൻ ആത്മീയ നേതൃത്വം ശ്രദ്ധിക്കണം. അങ്ങ് തീർച്ചയായിട്ടും പറഞ്ഞു വരുന്നത് ആത്മീയ നേതൃത്വത്തിന് ഇതിന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്ത വിഷയവും ഇത് തന്നെയായിരുന്നു. യുവജനങ്ങൾ സഭയിലെ തർക്കങ്ങളിലൂടെ യുവജനങ്ങൾ സഭയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു, അകന്നു പോകുന്നു എന്നുള്ള ഒരു വിഷയമായിരുന്നു. അതിൽ പ്രസക്തമായി ഇന്നിവിടെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ആത്മീയ നേതൃത്വത്തിന് ഇതിന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതാണ്. അവർ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, യുവജനങ്ങളെ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. ഇത്തരം വിഷയങ്ങളിലൊക്കെ
അവരെ ചേർത്ത് നിർത്തി പോയില്ല എങ്കിൽ മുന്നോട്ട് യുവജനങ്ങൾ സഭയിൽ നിന്ന് അകന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടാൻ സഭയ്ക്ക് സാധിക്കാതെ വരുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരണങ്ങൾ നടത്തിയ KCBC ലൈറ്റി കമ്മീഷൻ സെക്രട്ടറി പ്രൊഫസർ KM ഫ്രാൻസിസ്, KCYM സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷിജോ ഇടയാടിൽ എന്നിവർക്കും പ്രിയ പ്രേക്ഷകർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു വിഷയമായി കാണാം. അതുവരേക്കും ഏവർക്കും ഗുഡ് ബൈ.